വെറുതെ പകുതി സത്യം പറയല്ലേ സെൻകുമാർ സാറേ. താങ്കൾ ഒരു DGP ആയിരുന്ന വ്യക്തിയാണ്. കണക്കുകളെ കുറിച്ച് അർത്ഥസത്യവും പകുതി സത്യവും പറയുന്നത് അങ്ങേപോലെ DGP ആയിരുന്ന കാര്യങ്ങളെ വളരെ ആഴത്തിൽ അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് ശരിയല്ല. സെൻകുമാർ സാർ ജനൻ TV ഇരുന്ന് പറയുന്ന കണക്കുകൾ അർത്ഥസത്യമാണ്. കള്ളത്തേക്കാൾ അപകടകരമാണ് അർത്ഥസത്യം. യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് ഇത് ദോഷം ചെയ്യുന്നതാണ്. ഈ വിഷയം സെൻകുമാർ സാറിൻ്റെ കള്ളമെന്ന് ഞാൻ പറയുന്നില്ല, അർത്ഥസത്യങ്ങൾ അതൊരു വലിയ പ്രശ്നമാണ്. ഈ ഹാഫ് ട്രൂത്ത്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അത് പൊളിച്ചെടുക്കുക. ഹിന്ദു മുസ്ലിം ജനസംഖ്യയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നില്ല, ഹിന്ദു ജനസംഖ്യ കുറയുകയാണ്. സെൻകുമാർ സാർ അടക്കം ഈ വസ്തുത പറയാതെ ഒളിച്ചു കളിച്ചിട്ട് എന്താണ് കാര്യം? അതായത് ഒരു ഹിന്ദു അമ്മയുടെ വയറ്റിൽ 2.1 എന്ന റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടാകുന്നില്ല. മുസ്ലിം ജനസംഖ്യ നോർമലും ഹെൽത്തിയുമാണ്. അത് 2.5 to 2.7 റേഞ്ചിലാണ് ഉള്ളത്. അതിൽ യാതൊരു പ്രശ്നവുമില്ല. 2 മുതൽ 3 കുട്ടികൾ വേണമെന്നാണ് പൂജനീയ സർസംഘചാലക് മോഹൻ ഭഗവത്ജി അടക്കം പറയുന്നത്. സെൻകുമാർ സാർ ഒരു കാര്യവുമില്ലാതെ വന്ന്, അതായത് അവിടെയാണ് സെൻകുമാർ സാധാരണ വാട്സപ്പ് യൂണിവേഴ്സിറ്റി പെട്ടുപോകുന്ന ഈ താഴേക്കടയിൽ നിൽക്കുന്ന ആൾക്കാർ പ്രശ്നമില്ല. അങ്ങ് ഈ നാടിനെ ഭരിച്ച, ഈ നാടിനെ നയിച്ച, പോലീസ് സംവിധാനത്തെ നയിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ കേൾക്കാം. ഓരോന്നായിട്ട് നമുക്ക് ബഹുമാന പുരസ്സരം വിമർശിക്കാം. കാര്യം അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ, സീനിയോറിറ്റി ബഹുമാനിച്ചുകൊണ്ട് നമുക്ക് വിമർശിക്കാം. എന്ന് വെച്ചാൽ 1971 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പരിപാടി ആവിഷ്കരിച്ചു. അതായത് ജനസംഖ്യാ വിസ്ഫോടനം ഇല്ലാതാക്കണം. ആ ജനസംഖ്യാ വിസ്ഫോടനം ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണ്? ജനസംഖ്യയിലെ വർധന ഇല്ലാതാക്കണം. അത് നടപ്പാക്കിയത് ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. ഇത് നോക്കിയാൽ നമുക്ക് യഥാർത്ഥത്തിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പം തെറ്റിപ്പോയി. അതാണ് നമുക്ക് പാളിയത്. അതായത് ഓവർ പോപ്പുലേഷൻ ഒരു പ്രശ്നമാണ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഒരു പ്രശ്നമാണ്. സത്യമാണ് എന്തും പറയുന്നത്. പക്ഷെ അങ്ങ് പറയാതെ പോണ സത്യം എന്താ അറിയാമോ? പോപ്പുലേഷൻ ഇംപ്ലോഷൻ, ജനസംഖ്യ ഉൾസ്ഫോടനം, അതും അതേപോലൊരു പ്രശ്നമാണ്. അഥവാ അണ്ടർ പോപ്പുലേഷൻ ഒരു പ്രശ്നമാണ്. മലപ്പുറത്തിന് ഒരു ഓവർ പോപ്പുലേഷനും ഇല്ല. പത്തനംതിട്ട അണ്ടർ പോപ്പുലേഷനാണ്. ഈ സത്യം അങ്ങ് പറയുന്നില്ല. ഓരോ ഡിക്കേഡൽ ഗ്രോത്ത് ഇൻ പെർസെന്റ് നോക്കിയാൽ അറിയാം. അദ്ദേഹം ഒരുപാട് കണക്ക് പറയുന്നുണ്ട്. 1971 ഉണ്ടായിരുന്ന ഗ്രോത്തിൽ നിന്ന് ഇത്രയും പേപ്പറൊക്കെ അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾക്കാം. പേപ്പറൊക്കെ നോക്കുമ്പോഴേ സത്യം പറയണ്ടേ? ഏറ്റവും ജനസംഖ്യയെക്കുറിച്ചുള്ള അടിസ്ഥാന കണക്കുകളൊന്ന് ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് ഒരു അമ്മയുടെ, ഉമ്മച്ചിയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികൾ, ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സ്ത്രീയുടെ വയറ്റിൽ ജനിക്കുന്ന കുട്ടികൾ, ഏറ്റവും ബേസിക് കണക്കതാണ്. അതിനെ റീപ്ലേസ്മെന്റ് ലെവൽ ഫെർട്ടിലിറ്റി റേറ്റിനോട് ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. ഒരമ്മയുടെ വയറ്റിൽ എത്ര കുട്ടികൾ ജനിക്കുന്നു, അതിലാണല്ലോ കുട്ടികളുടെ എണ്ണം ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ ഹിന്ദുക്കൾക്ക് അത് 1.1 to 1.3 ആണ്. ക്രിസ്ത്യാനികൾക്ക് അത് 1.6 to 1.8 ആണ്. അതും കുറവാണ്. 2.1 മിനിമം വേണം. അതായത് ഒരു വീട്ടിൽ 2 കുട്ടികൾ ഉണ്ടെങ്കിലേ ആ ജനസംഖ്യയും സമുദായവും കുടുംബവും നിലനിൽക്കും. കാര്യം ഒരു അച്ഛനും അമ്മയും കൂടെയല്ലേ ഒരു കുട്ടിയാകുന്നത്. ഒരാണും പെണ്ണും കൂടെ കല്യാണം കഴിച്ച് ഒരു കുട്ടിയെ ഉള്ളെങ്കിൽ 1 ആണ് ഫെർട്ടിലിറ്റി റേറ്റ് എങ്കിൽ 100 വർഷം കൊണ്ട് ആ സമുദായം ഇല്ലാതെയാകും. ഇത് സൗത്ത് കൊറിയയ്ക്കും ജപ്പാനും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സത്യം അങ്ങേക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. ഇത്രയും വായനയുള്ള പണ്ഡിതനായ DGP ആയ നമ്മുടെ ഇന്റലിജൻസിന്റെ തലവൻ അടക്കമായിരുന്ന ഈ വ്യക്തിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ലല്ലോ. പക്ഷെ അത് പറയുന്നില്ല. ഒരു 2011 ഹിന്ദു ജനസംഖ്യയുടെ ഗ്രോത്ത് 2.23% 10 വർഷത്തിൽ. ഇത് ഗ്രോത്ത് ആണ്, ഫെർട്ടിലിറ്റി ജനസംഖ്യയുടെ ഗ്രോത്ത് 1.38%. 12.84% മുസ്ലിം ജനസംഖ്യയുടെ ഗ്രോത്ത്. അതായത് ഒരു വിഭാഗം മാത്രം ദേശീയമായിട്ടുള്ള ഒരു ആവശ്യമായിരുന്ന ജനസംഖ്യാ നിയന്ത്രണത്തോട്. ഏത് ദേശീയമായിട്ടുള്ള ആവശ്യം? നമുക്ക് ഹിന്ദുക്കൾക്ക് പാളിയതാണ്. ഇത് പാളിയതാണെന്ന് നരേന്ദ്രമോദിജിക്ക് അതൊക്കെ മനസ്സിലായതുകൊണ്ടല്ലേ നമ്മൾ സ്കൂളിൽ പഠിച്ച പോപ്പുലേഷൻ തിയറികളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ആണ് നമുക്ക് വേണ്ടതെന്ന്. ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷന് മറ്റൊരു പഞ്ചസാര പുരട്ടിയിട്ടാൽ മാത്രമാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി യുവ പോപ്പുലേഷൻ ആണെന്ന് പറയുന്നത് എന്തിനാണ്? അത് നമ്മുടെ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് ആണ്, നമ്മുടെ പോപ്പുലേഷനാണ്, നമ്മുടെ ജനസംഖ്യയാണ്. ഇതൊന്നും സെൻകുമാർ സാറിനെ പോലെ അറിവുള്ള ഒരാൾക്ക് അറിയാഞ്ഞിട്ടല്ല, മിസ്റെപ്രസെന്റ് ചെയ്യുന്നത്. അവരുടെ ജനസംഖ്യ അത് നോക്കിയാൽ അറിയാം. അത് അവരുടെ ജനസംഖ്യ എത്രയായിരുന്നു നോക്കിയാൽ 17.9 നിന്നാണ് ഇപ്പോൾ 2011 തന്നെ 26.8 എത്തിയത്.
ഇത് 2027 സെൻസസ് വരുമ്പോൾ അതിന്റെ കൃത്യമായ കണക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഉണ്ടാകുന്ന വലിയ വ്യത്യാസം നമ്മൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. അപ്പൊ ഈ ജലീൽ പറയുന്നത് പോലെ അത് ഒരു വിഭാഗം എന്താണ് വിവാഹങ്ങൾക്കായിട്ട് നിൽക്കുന്നത് കൊണ്ടല്ല. സാറേ, ഹിന്ദുക്കൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തതുകൊണ്ടാണ്. അത് കുട്ടികൾ ഉണ്ടാകാത്തത് സെക്ഷുവാലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല. പകരം നമുക്ക് ഫാമിലി ഓറിയന്റേഷനും ഫാമിലി എഡ്യൂക്കേഷനും കിട്ടുന്നില്ല. മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു വലിയ പരിധി വരെ ഇത് ക്രിസ്ത്യൻ സമൂഹം ഈ പ്രശ്നം തിരിച്ചറിഞ്ഞ് ഇപ്പോൾ ഫാമിലി ഓറിയന്റേഷൻ ശക്തമാക്കുന്നുണ്ട്. അങ്ങനെ ആക്കുമ്പോൾ ഒരു കാര്യം, നമുക്ക് 10 കുട്ടികൾ വേണമെന്നോ 4-5 കുട്ടികളോ വേണമെന്നോ പറയരുത്. 2 to 3 കിഡ്സ്, 2 മുതൽ 3 വരെ കുട്ടികളാണ് ഹെൽത്തി ആയ ഒരു ഫാമിലിക്ക് ആവശ്യം. ഇത് ലോകവ്യാപകമായി അംഗീകരിക്കപ്പെടുന്ന കണക്കാണ്. ഇതൊക്കെയല്ലേ അങ്ങ് പറയേണ്ടത്? ദേശീയ നയം അനുസരിച്ച് എന്തോന്ന് ദേശീയ നയം? അന്ന് പാളിയതാണ് സഞ്ജയ് ഗാന്ധി അടക്കം. അതായത് അന്ന് സഞ്ജയ് ഗാന്ധിയുടെ തെറ്റായ പല പ്രവണതകളും കൊണ്ട് നമ്മുടെ നാട്ടിൽ കമ്പൽസറി സ്റ്റെറിലൈസേഷനും മറ്റും കൊണ്ടുവന്ന് പാളിപ്പോയൊരു സാധനമാണ്. ഓവർ പോപ്പുലേഷൻ ഒരു കാലത്ത് പ്രശ്നം ഉണ്ടായത്. ഒന്ന്, നമ്മുടെ ഫെർട്ടിലിറ്റി റേറ്റ് 4.1 ആണ്, അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിൽ അത് 5 ആണ്. അത് കുറച്ച് 2 to 3 വേണം. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തപ്പം തെറ്റിപ്പോയി. ചൈന ഈ തെറ്റ് മനസ്സിലാക്കി ചൈന ഇന്ന് പോപ്പുലേഷൻ പോളിസി റിവേഴ്സ് ചെയ്തു. 1 കുട്ടി മതി എന്നുള്ളതിൽ 2-3 കുട്ടികളിലേക്ക് തിരിച്ചെത്തി. ലോകത്തെ പല രാജ്യങ്ങളും തെറ്റ് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ മാത്രം തെറ്റ് മനസ്സിലാക്കാതെ തെള്ളുകയാണ്. അതിന് കാര്യമില്ല. ഒരു വിഭാഗം അല്ലെങ്കിൽ 2 വിഭാഗം അതുണ്ടാകുകയും ആ ജനസംഖ്യ കൺട്രോൾ ചെയ്യാത്ത ഒരു വിഭാഗം ഉണ്ടാകുകയും ചെയ്തു. മുസ്ലിം ജനസംഖ്യയുടെ യാതൊരു പ്രശ്നവുമില്ലാതെ നല്ല കൺട്രോളിൽ അന്നത്തെ എല്ലാവർക്കുമുള്ള 4-ൽ നിന്ന് 2.3, 2.5, 2.7 വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇത് നോർമലും ഓക്കെയും നല്ലതുമാണ്. മലപ്പുറത്തിന് യാതൊരു പ്രശ്നവുമില്ല. പത്തനംതിട്ടയാണ് പ്രശ്നം. 2008 ഡീലിമിറ്റേഷൻ നടപ്പാക്കിയപ്പോൾ 12 സീറ്റ് ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയ്ക്ക് 4 സീറ്റാണ് കൂടുതലായിട്ട് പോയത്. അത് മലപ്പുറം ജില്ലയ്ക്ക് നാച്ചുറലായ ഗ്രോത്ത് ആണ്, ഓർഗാനിക് ആയ ഗ്രോത്ത് ആണ്. പക്ഷേ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയ പത്തനംതിട്ട പോലുള്ള ഒരു ജനസംഖ്യാ നിയന്ത്രണവും നടപ്പാക്കിയല്ല, പത്തനംതിട്ടയിൽ പോപ്പുലേഷൻ ഇംപ്ലോഷൻ നടക്കുകയാണ്. സാറ് പറയുന്നത് കേട്ടാ പത്തനംതിട്ട എന്തോ മഹത്വം ചെയ്തു അല്ല. നമ്മൾ ഹിന്ദുക്കൾക്ക് പാളിയതാണ്. ഈ പാളിയതാണെന്ന് ഇന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കുറെ വർഷം കഴിയുമ്പം പത്തനംതിട്ട കാട് മാത്രമേ കാണൂ. സ്വാമി അയ്യപ്പ മാത്രമേ അവിടെ കാണൂ. ബാക്കി ഒരു ഹിന്ദുക്കളും അവിടെ കാണില്ല. അതായത് പത്തനംതിട്ട ഓരോ വർഷവും പോപ്പുലേഷൻ ഇംപ്ലോഷൻ, പോപ്പുലേഷൻ ഉൾസ്ഫോടനം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ കുമ്പനാട് അടക്കമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പ്രേത നഗരമായി മാറുകയാണ്. ക്രിസ്ത്യാനിയും മുസ്ലിമും മാറി നിൽക്കട്ടെ, അല്ലെങ്കിൽ അത് കണക്കിൽ നമുക്ക് മാറ്റി നിർത്താം. ഹിന്ദുക്കൾ ഇങ്ങനെ പോയാൽ 100 വർഷം കൊണ്ട് ഇല്ലാതാകും. ഈ കണക്കുകൾ പറഞ്ഞ് മുസ്ലിം വിരോധം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല. ഈ പോയിന്റ് സാറ് മനസ്സിലാക്കണം. ജില്ലകൾക്ക് 2 MLA സ്ഥാനമാണ് നഷ്ടപ്പെട്ടത്. സാറേ, രാഷ്ട്രീയമല്ല. ഈ കണക്കിൽ പത്തനംതിട്ടയോ കേരളമോ പോയാൽ 100-125 വർഷത്തിനകം ഹിന്ദുക്കൾ ഇല്ലാതാകും. അത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഉള്ളത് കൊണ്ടല്ല, ഹിന്ദു ജനസംഖ്യയുടെ ഉള്ളിലെ ആഭ്യന്തര തകർച്ചയാണ്. MLA സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാം ഈ പറയുന്ന കോഴിക്കോടോ അതല്ലെങ്കിൽ മലപ്പുറത്ത് 4 പിന്നെ 2 സീറ്റ് മറ്റേ 2 ജില്ലകൾക്ക് കിട്ടുകയാണോ ഉണ്ടായത്. അതായത് ദേശീയ നയത്തിന് വിരുദ്ധ. ആ ദേശീയ നയം തെറ്റായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഈ ദേശീയ നയത്തെ കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നതാ. ആ ദേശീയ നയം പാളിയതാണ്, തെറ്റാണ്. അവിടെയാണ് ഓവർ പോപ്പുലേഷൻ പ്രശ്നമാണ്, അണ്ടർ പോപ്പുലേഷനും പ്രശ്നമാണ്. ഹിന്ദുക്കൾ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ ജനസംഖ്യ കുത്തനെ കുറയുകയാണ്. മുസ്ലിം ജനസംഖ്യ കൂടുകയല്ല. മുസ്ലിം ജനസംഖ്യ നോർമലും ഹെൽത്തിയും ഹാപ്പിയുമാണ്. അത് കണക്കുകൾ പ്രകാരമാണ്. 2.5 to 3 റേഞ്ചിൽ, അല്ലെങ്കിൽ 2.5 to 2.7 റേഞ്ചിലാണ് മുസ്ലിം ജനസംഖ്യ ഉള്ളത്. അതാണ് വേണ്ടത്. നമ്മൾ ഹിന്ദുക്കൾക്ക് തെറ്റിപ്പോയതാണ്. ക്രിസ്ത്യാനികളുടെ തെറ്റ് മനസ്സിലാക്കി 1.6 നിന്ന് 2.1 എത്തിക്കാൻ ക്രിസ്ത്യൻ സമൂഹം ശ്രമിക്കുന്നുണ്ട്. അതായത് ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും ചേർന്നാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്. 2 പേർ ഒരാളായി മാറുകയാണ്. അതായത് 100 പേർ, 50 ആണുങ്ങളും 50 പെണ്ണുങ്ങളും ഉണ്ടെന്ന് സാർ എടുക്കുക. 50 ആണ്, 50 പെണ്ണ്. ഇവർ പരസ്പരം കല്യാണം കഴിച്ച് ഒരു കുട്ടിയെ ഉണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറയിൽ 50 കുട്ടികളെ ഉണ്ടാവും. 100 50 ചുരുങ്ങും, 50 25 ചുരുങ്ങും, 25 12 ചുരുങ്ങും. ഒരു കണക്കിൻ്റെ എളുപ്പത്തിന് വേണ്ടി പറയണം. 12 6 6 3 3 1 6 തലമുറയിൽ ആ ജനസംഖ്യ ഇല്ലാതാകും. മുസ്ലിം വിരോധവും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അങ്ങനെ കൂടുന്നു എന്ന തെറ്റായ വ്യാഖ്യാനവും നറേറ്റീവും കൊടുക്കുകയും MLA-മാരുടെ കണക്ക് പറയുകയും ചെയ്യുമ്പോൾ ഈ ഫെർട്ടിലിറ്റി റേറ്റിൽ പോയാൽ നമ്മൾ 100-125 വർഷങ്ങൾക്ക് ഇല്ലാതാകുമെന്ന സത്യം സാറ് മറക്കുകയാണ്. അതുകൊണ്ട് സാറ് രാഷ്ട്രീയം വിടണം. അല്ലെങ്കിൽ രാഷ്ട്രീയം വിടണം എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഈ രാഷ്ട്രീയ നറേറ്റീവ്സ് വിട്ട് ദൈവത്തെ ഓർത്ത് ഹിന്ദു ജനസംഖ്യയുടെ കുറവ്, ഹിന്ദു ഫെർട്ടിലിറ്റി റേറ്റ് 2.1 തിരിച്ചെത്തിക്കാനുള്ള ഫാമിലി ഓറിയന്റേഷൻ, ഫാമിലി എഡ്യൂക്കേഷൻ, മാരിറ്റൽ എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം. ജയ് ഹിന്ദ്.